കരിമീൻ തയ്യാറാക്കാൻ 4 കരിമീനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കതിലേക്ക് കടുകിടാം. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി അതിലേക്ക് 2 വറ്റൽ മുളകിടാം. ഇഞ്ചി നീളത്തിന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതിടാം. ഇട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും 4 പച്ചമുളക് നീളത്തിന് അരിഞ്ഞതാണ്, അതും അതിലേക്ക് നമുക്കിടാം. എന്നിട്ട് നമുക്കിത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും ഉള്ളിയെല്ലാം വഴണ്ടു വന്നു. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കായലിലെ കരിമീനായതുകൊണ്ട് കൂടുതൽ കുരുമുളക് പൊടി ചേർക്കണം. ഒരു വലിയ സ്പൂൺ കുരുമുളക് പൊടി നമുക്കിതിലേക്ക് ഇടാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ പൊടിച്ചതിട്ട് കൊടുക്കാം. 1/4 സ്പൂൺ ഉലുവപ്പൊടി ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ഇതിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയുമുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തീ കുറച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ വാളംപുളിയാണ് എടുത്ത് വച്ചിരിക്കുന്നത്. ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിനുള്ള വാളംപുളിയാണ് ഞാൻ വെള്ളത്തിലിട്ട് വച്ചിരിക്കുന്നത്. ഇത് നമുക്ക് പിഴിഞ്ഞെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വാളംപുളി ഇഷ്ടമില്ലെങ്കിൽ കുടംപുളി ചേർത്താലും മതിയാകും. ഞാനിവിടെ വാളംപുളിയാണ് ചേർക്കുന്നത്. ടൊമാറ്റോയും എല്ലാം വഴണ്ടു വന്ന് ഇതിലേക്ക് നമുക്കിനി വാളംപുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകരുത്, ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതിയാകും. 2 കൊത്ത് കറിവേപ്പില ഇടാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ മീൻ ചേർക്കാം. തിളച്ച് വന്നു. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർക്കാം. ഞാൻ ഈ കരിമീൻ മുഴുവനായിട്ടാണ് കറി വയ്ക്കുന്നത്. ഇത് വറ്റിക്കാനാണ് ഈ കരിമീൻ ഞാൻ എടുത്തത്. ഇത് നമുക്കിതിലേക്ക് ഇടാം. 4 കരിമീനാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. നമുക്കിനി ഇത് ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം.